ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. ഓക്കെ, നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, പിന്നെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസിന്റെ ടേംസ് പറഞ്ഞിരുന്നു, സോലബിലിറ്റി പറഞ്ഞു, സോളിഡ് ആൻഡ് ലിക്വിഡ് പറഞ്ഞിരുന്നു, പിന്നെ നമ്മൾ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സോലബിലിറ്റി പറഞ്ഞ് ഹെൻറീസ് ലോ വരെ എത്തിയിരുന്നു. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുന്നതനുസരിച്ച് സോലബിലിറ്റി ഗ്യാസിന്റെ കുറയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ പാരഗ്രാഫോട്ടാണ് പറയാനുള്ളത്. ഹെൻറീസ് ലോ finds several applications in industry and explains some biological phenomena. Notable among these are from ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ചുറ്റും കാണുന്നതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ സോലബിലിറ്റി ഓഫ് CO2 in soft drinks and soda water. The bottle is sealed under high pressure. ഇപ്പം നമ്മൾ കാണുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി എന്നൊക്കെ പറഞ്ഞ അതുപോലെയുള്ള ഡ്രിങ്ക്സ് നമ്മൾ ഗ്യാസ് നിറയ്ക്കും അല്ലേ, ഹൈ പ്രഷറിൽ ഗ്യാസ് നിറയ്ക്കും, CO2 നിറയ്ക്കും. അപ്പൊ അതിന് നമുക്കറിയാം പ്രഷർ കൂടുന്നതനുസരിച്ച് CO2 ഗ്യാസിന്റെ സോലബിലിറ്റി നമുക്ക് കൂടുന്നില്ല. അപ്പൊ ഹൈ പ്രഷറിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അത് ഡ്രിങ്ക്സിലേക്ക് കൂടുതൽ CO2 അതിലേക്ക് ഡിസോൾവ് ആവും അല്ലേ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത് സ്ക്യൂബ ഡൈവേഴ്സ് മസ്റ്റ് കോപ്പ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻസ് ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസ് വൈൽ ബ്രീത്തിങ് എയർ അറ്റ് ഹൈ പ്രഷർ അണ്ടർ വാട്ടർ. Increased pressure increases the solubility of atmospheric gases in blood. When the divers come towards surface, the pressure gradually decreases. This releases the dissolved gases and leads to formation of bubbles of nitrogen in the air. This blocks capillaries and creates a medical condition known as bends, which are painful and dangerous. ഇപ്പൊ എന്താണ് പറയുന്നത്, നമുക്കറിയാം നമ്മള് വെള്ളത്തിൽ ഡൈവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടില്ല, നമ്മൾ സറൗണ്ടിങ് പ്രഷർ കൂടും. അതിനനുസരിച്ച് എന്താണ് ബ്രീത്ത് ചെയ്യുമ്പോൾ ഗ്യാസ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ് ഹൈ പ്രഷറിലാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാസസ് നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ആവും, കൂടുതൽ ഗ്യാസ് ബ്ലഡിൽ ഡിസോൾവ് ആവും അല്ലേ. ഡ്രൈവ് ചെയ്ത് നമ്മൾ തിരിച്ച് മേലോട്ട് ക്ലൈംബ് ചെയ്യുമ്പോൾ തിരിച്ച് സർഫസിലേക്ക് വരും തോറും എന്താണ് പ്രഷർ കുറഞ്ഞു വരികയും നമ്മൾ ബ്ലഡിലുള്ള ഡിസോൾവ്ഡ് ഗ്യാസ് അതിൽ നിന്ന് പുറത്ത് വന്ന് ബ്ലഡ് വെസലിൽ ബെൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഈ ബെൻഡ് എന്ന് പറഞ്ഞ സാധനം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. To avoid bends as well as the toxic effects of high concentration of nitrogen in the blood, the tanks used by scuba divers are filled with air diluted with helium. ഇപ്പൊ എന്താണ് ഈ ബെൻഡ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി എന്താ, മാത്രമല്ല നൈട്രജൻ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമുക്ക്. അപ്പം നൈട്രജൻ ബബിൾ ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സിലിണ്ടറിൽ എന്താണ് ഹീലിയം കൂടെ മിക്സ് ചെയ്യും. ഇപ്പൊ ഹീലിയം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഹീലിയം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷർ കുറയും അല്ലേ. അപ്പൊ ടോട്ടൽ പ്രഷർ നോക്കാം. അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓരോ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ എന്താണ്, അപ്പം പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ സോലിബിലിറ്റി നമ്മുടെ ബ്ലഡിലുള്ള സോലിബിലിറ്റിയും കുറയും. അപ്പൊ സോലിബിലിറ്റി കൂടുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ക്ലൈംബ് ചെയ്യുമ്പോൾ തിരിച്ചത് പ്രഷർ കുറയുമ്പോൾ തിരിച്ച് ബബിൾ ഫോം ചെയ്യുന്നത്. അപ്പം സോലിബിലിറ്റി കുറഞ്ഞാൽ ബ്ലഡിൽ ഡിസോൾവ് ആവുന്ന ഗ്യാസിന്റെ എമൗണ്ടും കുറയും, തിരിച്ചു വരുമ്പോൾ മേലോട്ട് വരുമ്പം തിരിച്ച് ബ്ലഡിൽ നിന്ന് പുറത്തിരുന്ന ഗ്യാസിന്റെ അളവും കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഹീലിയം കൂടെ മിക്സ് ചെയ്യും. നമ്മൾ കൊണ്ടുവന്ന സിലിണ്ടറിൽ ഹീലിയം കൂടെ മിക്സ് ചെയ്യും. അടുത്തത്, അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഗ്രൗണ്ട് ലെവൽ. ദിസ് ലീഡ്സ് ടു ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദി ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ഓർ ക്ലൈംബേഴ്സ്. ഇപ്പൊ എന്താ നമുക്കറിയാം ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, ഇപ്പം മൗണ്ടൻ റേഞ്ചസിലോട്ടൊക്കെ പോയാൽ നമുക്കറിയാം അവിടെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. നമ്മുടെ സർഫസ് വെച്ച് നോക്കും, സീ ലെവൽ വെച്ച് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഓക്സിജൻ അളവ്, നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ അളവ് കുറയും. കാരണം ഗ്യാസ് ഡിസോൾവ് ആവുന്ന കുറയും. ബ്ലഡ് ഗ്യാസിൽ എന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്താൽ നമ്മുടെ ടിഷ്യൂസിനെല്ലാം ഓക്സിജൻ കിട്ടും. അപ്പം ഈ പ്രഷർ കുറയുന്നതുകൊണ്ട് കൊണ്ടുവന്ന ഓക്സിജന്റെ അളവ് കുറയും. ഈ കൊണ്ടുവന്ന ഓക്സിജൻ അളവ് കുറയുമ്പോൾ എന്താണ് നമുക്ക് അനോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡെവലപ്പ് ആവും. അനോക്സിയ എന്ന് പറയുന്നത് അപ്പം അനോക്സിയ ഉണ്ടാകുമ്പോൾ നമ്മുടെ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താണ് ദിസ് കോസസ് ക്ലൈംബേഴ്സ് ടു ബിക്കം വീക്ക് ആൻഡ് അനേബിൾ ടു തിങ്ക് ക്ലിയർലി അല്ലേ. ഇപ്പം കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. മാത്രമല്ല അവരുടെ തിങ്കിങ് ഒക്കെ വളരെ ക്ലൗഡ് ആവും. ഇവർക്ക് ശരിയായിട്ട് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും. ഓക്സിജൻ കുറയുന്നുണ്ട്, ബ്രെയിൻ സെൽസിനൊക്കെ ഓക്സിജൻ കുറയുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. സോലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ഡിക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്യാസസിന്റെ ലിക്വിഡിലുള്ള സോലബിലിറ്റി കുറയും. When dissolved, the gas molecules are present in liquid phase and the process of dissolution can be considered similar to condensation. ഇപ്പൊ എന്താണ് ഇവര് ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആകുമ്പോൾ എന്താണ്
ഡിസോൾവ് ആകുമ്പോൾ ലിക്വിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്യാസും ലിക്വിഡ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദി പ്രോസസ് ഓഫ് dissolution can be considered similar to condensation and heat is evolved in this process. അപ്പൊ എന്താണ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്താണ് കണ്ടൻസേഷൻ ആയിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോസസ് ആണ്. മാത്രമല്ല നമുക്കറിയാം കണ്ടൻസേഷൻ സമയത്ത് ഹീറ്റ് എവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആകുമ്പോൾ എന്താണ് ഹീറ്റ് എവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രോസസ്സ് ഫോർവേഡ് പ്രോസസ്സ് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റും? നമുക്കറിയാം റിവേഴ്സ് പ്രോസസ്സ് കൂടുതൽ നടക്കും അല്ലേ. അതാണ് ഡിസൊല്യൂഷൻ ആയിരുന്നു ഇവിടുത്തെ ഫോർവേഡ് പ്രോസസ്സ്. അത് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ തിരിച്ചുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിൽ നിന്ന് തിരിച്ച് ഗേഷ്യസ് ഫേസിലേക്ക് ഗ്യാസ് പോകും, അല്ലെങ്കിൽ സോലിബിലിറ്റി കുറയും നമുക്ക് പറയാം. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് ഡിസൊല്യൂഷൻ ഇസ് എൻ എക്സോതെർമിക് പ്രോസസ്. സോലിബിലിറ്റി ഷുഡ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് പറയാനുള്ളത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നമുക്ക് പറയാനുള്ളത്. ലിക്വിഡ് സൊല്യൂഷൻസ് ആർ ഫോംഡ് വെൻ സോൾവെന്റ് ഇസ് ലിക്വിഡ്. നമുക്കറിയാം സോൾവെന്റ് ലിക്വിഡ് ആകുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് ആവും. നമ്മളിപ്പോൾ സോൾവെന്റിന്റെ സ്റ്റേറ്റ് വെച്ചാണ് നമ്മൾ ഒരു സൊല്യൂഷന്റെ കേസ് നമ്മൾ തീരുമാനിക്കുന്നത്. സൊല്യൂട്ട് ക്യാൻ ബി എ ഗ്യാസ്, എ ലിക്വിഡ് ഓർ എ സോളിഡ്. ഇല്ല, ഇപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന എന്താണ് സൊല്യൂട്ട് ഗ്യാസ് ആവാൻ, ലിക്വിഡ് ആവാൻ, സോളിഡ് ആവാൻ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. Solutions of gases and liquids have already been discussed in section 1.0. Gas and liquid solution നമ്മൾ already പറഞ്ഞില്ല. effective pressure, effective temperature എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. In this section we shall discuss the solutions of liquids and solids in a liquid. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താണ് ലിക്വിഡും സോളിഡും സൊല്യൂട്ട് ആയിട്ട് ലിക്വിഡ് സൊല്യൂഷനിൽ വരുമ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Such solutions may contain one or more volatile components. Generally the liquid solvent is volatile. The solute may or may not be volatile. ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലിക്വിഡ് സോൾവെന്റ് എന്താണ് എപ്പോഴും വോളറ്റൈൽ ആണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന സൊല്യൂട്ട് എന്താണ് വോളറ്റൈൽ ആവാം, അല്ലാണ്ടിരിക്കും. We shall discuss the properties of only binary solutions. That is, solution contains two components, namely solutions of liquids and solids in liquids. ഇപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ബൈനറി ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒന്നുകിൽ ലിക്വിഡ്സ് ആവാൻ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആവാൻ, ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഇസ് കൺസിഡർ എ ബൈനറി സൊല്യൂഷൻസ് ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ്സ് ആൻഡ് നോട്ട് ദി ടു കോമ്പോണന്റ്സ് ആസ് 1 and 2. അപ്പം സൊല്യൂട്ടിൻ ലിക്വിഡ്, സോൾവെന്റ് ലിക്വിഡ്. സൊല്യൂട്ടിൻ നമ്മൾ എന്നിട്ട് ഓരോന്നിനും നമ്പർ കൊടുത്ത് 1 എന്നും 2 എന്നും കൊടുത്തു. ഓക്കെ. When taken in a closed vessel, both the components would evaporate and eventually an equilibrium would be established between your vapor phase and the liquid phase. അപ്പൊ നമ്മൾ ഈ രണ്ട് ലിക്വിഡ് മാത്രം ഒരു കണ്ടെയ്നറിൽ എടുത്താൽ എന്താണ് ഇതിന് രണ്ടിനെയും കുറച്ച് എമൗണ്ട് എന്താണ് വേപ്പറൈസ് ചെയ്തു ആ കണ്ടെയ്നറിന്റെ മേൽഭാഗത്ത് ഇവരുടെ വേപ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പൊ അവിടെ ഒരു വേപ്പർ പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ദി ടോട്ടൽ വേപ്പർ പ്രഷർ അറ്റ് ദി സ്റ്റേജ് ബി പി ടോട്ടൽ. ഇല്ലേ, ഇപ്പൊ രണ്ട് ലിക്വിഡിന്റെയും വേപ്പർ പ്രഷറിന്റെയും കൂടെ സംബന്ധം പി ടോട്ടൽ ആയിട്ട് നമ്മൾ എടുക്കും. ആൻഡ് P1 and P2 ബി ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ടു കമ്പോണന്റ്സ് 1 and 2. അല്ലേ. ഇപ്പം ഫസ്റ്റ് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ P1 എന്ന് എടുക്കുന്നു, സെക്കൻഡ് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ P2 എന്ന് എടുക്കും. ഇല്ല, അപ്പൊ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ P1 + P2 അതാണ് പി ടോട്ടൽ എന്ന് പറയുന്നത്. These partial pressures are related to the mole fractions Φ1 and Φ2 of the two components 1 and 2 respectively. ഇപ്പൊ എന്താണ് നമുക്കറിയാം റോൾസ് ലോ വെച്ച് എന്താണ് പാർഷ്യൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വെച്ച് നമുക്കറിയാം P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Φ1 and P2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ Φ2 നമുക്ക് പറയാം അല്ലേ. The French chemist Francois Marc-Rolt gave the quantitative relationship between the relationship is known as the Rolle's law, which states that for a solution of volatile liquids, the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in solution. ഇപ്പൊ എന്താണ് ഇവരുടെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ തന്നാണ് റോൾട്ട് ആണ് പറഞ്ഞത്. അപ്പൊ ആ റോൾസ് ലോ പറയുന്നത് എന്താണ് റോൾസ് സ്റ്റേറ്റ്സ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. ഒരു രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് മിക്സ് ചെയ്തുണ്ടാക്കിയ വോളറ്റൈൽ ലിക്വിഡ്സ് മിക്സ് ചെയ്തുണ്ടാക്കിയ സൊല്യൂഷനിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കോമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷനിൽ ഓരോ കോമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്താണ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ പ്രസന്റ് ഇൻ സൊല്യൂഷൻ. അപ്പം ആ സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ. അല്ലെങ്കിൽ നമുക്ക് പറയാം കമ്പോണന്റ് 1ന് P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Φ1 അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Φ1 ആൻഡ് P1 ഈസ് ഈക്വൽ ടു P01 into Φ1. അപ്പം P1 പ്രൊപ്പോർഷണലി മാറ്റാൻ വേണ്ടി നമ്മൾ P01 എന്ന ടേം ഉണ്ട്. അപ്പൊ P01 എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യൂർ കമ്പോണന്റ് 1 അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു കമ്പോണന്റ് മാത്രമായിരുന്നു കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ പ്രഷർ അതാണ് P01. അപ്പം പ്യൂർ കമ്പോണന്റ് വേപ്പർ പ്രഷർ ആണ് P01 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ കമ്പോണന്റ് 2നും നമ്മൾ P2 ഈക്വൽ ടു P02 into ഹൈറ്റ്. അപ്പൊ നമ്മൾ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷനിൽ നമ്മൾ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മളവിടെ കൊണ്ടുവന്ന എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നത് RH കൊണ്ടുവന്നിരുന്നു അല്ലേ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് RH കൊണ്ടുവരുന്നു. അപ്പം ലിക്വിഡ് ആയപ്പം
ആ എന്താണ് അത് കോൺസ്റ്റന്റ് വന്നത് P01 ആണ്, അല്ലെങ്കിൽ ആ പ്യൂർ കമ്പോണന്റ് വേപ്പർ പ്രഷർ അല്ലേ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, ദ ടോട്ടൽ പ്രഷർ P total over the solution phase in the container will be the sum of the pressure of the components of the solution and is given. ഇപ്പം ഡാൾട്ടൺസ് ലോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും വരിക. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ നമ്മൾ ഓൾറെഡി P total എന്ന് പറയുന്നത് P1 plus P2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ P ടോട്ടലിന് എന്താണ് P1 P2 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. P1 P2 വാല്യൂ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. P1 = P01 × Chi1, P2 = P02 × Chi2. അപ്പൊ നമ്മൾ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് P total is equal to Chi1 × P01 plus Chi2 × P02. ഇതാണ് നമുക്കറിയാം മോൾ ഫ്രാക്ഷന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. ഇപ്പം Chi1 plus Chi2 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അതപ്പം അവിടെ നമുക്ക് Chi1 വാല്യൂ നമുക്ക് എന്ത് ഇട്ടെടുക്കാം 1 മൈനസ് Chi2 എന്നിട്ട് അല്ലേ. ആ വാല്യൂ നമ്മളിവിടെ ഇട്ട് കൊടുത്തേക്കുന്നു. Chi1 പകരം നമ്മൾ 1 മൈനസ് Chi2 ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇവിടെ P total = P1 plus P2 അതാണ് നമ്മൾ പ്രോബ്ലംസിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസിൽ വാല്യൂ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് can be drawn from equation 1.0. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് കൊണ്ടുവരാം അല്ലേ. എന്താണ് ഒന്നാമത്തെ കൺക്ലൂഷൻ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദി സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണന്റ് ഇല്ല. അപ്പൊ ഈ ഫൈനൽ ഇക്വേഷനിൽ എന്താണ് Chi2 മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ Chi1 വേണമെങ്കിൽ ഇക്വേഷനിൽ കൊണ്ടുവരായിരുന്നു. Chi2 പകരം Chi1 ഇട്ട് കൊടുത്ത് നമുക്ക് ഇക്വേഷനിൽ Chi1 മാത്രം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അപ്പൊ എന്താണ് ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദി സൊല്യൂഷൻ വേരീസ് ലീനിയർലി വിത്ത് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് 2. എന്താണ് ഇപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ് ഒരു കമ്പോണന്റ് എന്താണ് മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അപ്പൊ അവരുടെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഡിപ്പെൻഡിങ് ഓൺ ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യൂർ കമ്പോണന്റ്സ് 1 and 2, total vapor pressure over the solution decreases or increases of the mole fraction of component 1. ഇപ്പൊ എന്താണ് ഓരോ കമ്പോണന്റിന്റെയും പ്യൂർ കമ്പോണന്റ് വേപ്പർ പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്ത് എന്താണ് ടോട്ടൽ വേപ്പർ പ്രഷർ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ ആയിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇവിടെ നോക്കാം, ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എക്സ് ആക്സിസിൽ എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കമ്പോണന്റ് ആണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ വരുള്ളൂ. അവിടെ സെക്കൻഡ് കമ്പോണന്റ് ഇല്ല. ഏറ്റവും റൈറ്റ് സൈഡിൽ എന്താണ് ഫസ്റ്റ് കമ്പോണന്റ് 0യും അവിടെ സെക്കൻഡ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനിടയിലുള്ള ഇതിനിടയിൽ ഈ രണ്ട് കമ്പോണന്റ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ഏറ്റവും റൈറ്റ് സൈഡിൽ സെക്കൻഡ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ എന്താണ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് കുറഞ്ഞു വരും, സെക്കൻഡ് കമ്പോണന്റ് കൂടി വരും. ഓക്കെ, അപ്പൊ അവിടെ നോക്കുവാണെങ്കിൽ Chi1 = 1 അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അതിന്റെ പ്യൂർ വേപ്പർ പ്രഷർ എന്താണ് P01 അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഏറ്റവും റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ Chi2 മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ. Chi2 = 1 അവിടെ സെക്കൻഡ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള പ്യൂർ വേപ്പർ പ്രഷർ ആണ് P02. അപ്പൊ നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ പ്യൂർ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് സബ്സ്റ്റൻസിനേക്കാൾ സെക്കൻഡ് സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ ആണ് വേപ്പർ പ്രഷർ ആണ് കൂടുതൽ. ഓക്കെ, അപ്പൊ നോക്കാം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും നമുക്ക് എന്താണ് ഫസ്റ്റ് കമ്പോണന്റ് കുറയുവാണ്, സെക്കൻഡ് കമ്പോണന്റ് കൂടി വരുവാണ്. അപ്പൊ അങ്ങനെ കൂടി വരുമ്പോൾ എന്ത് പറ്റും ടോട്ടൽ വേപ്പർ പ്രഷർ അപ്പം കൂടി വരും. കാരണം സെക്കൻഡ് കമ്പോണന്റ് പ്യൂർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ ആണ് കൂടുതൽ. സെക്കൻഡ് കമ്പോണന്റ് നമ്മൾ ലെഫ്റ്റ് പോകുമ്പോൾ P1 എന്താണ് അവിടെ ഫസ്റ്റ് കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്, P1 കുറഞ്ഞു വരുന്നു അല്ലേ. മാത്രമല്ല സെക്കൻഡ് കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ കൂടി വരുന്നുണ്ട്, P2 കൂടി വരും. അതിന് രണ്ടിന്റെയും കൂടെ സം ആണ് ഈ തന്നേക്കുന്ന സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഗ്രാഫിൽ ആ ലീനിയർ റിലേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്ലോട്ട് ഓഫ് P1 വേഴ്സസ് or P2 വേഴ്സസ് മോൾ ഫ്രാക്ഷൻ Chi1 and Chi2 ഫോർ എ സൊല്യൂഷൻ ഗിവ്സ് എ ലീനിയർ പ്ലോട്ട് അല്ലേ. അപ്പം P1 ഉം Chi1 ഉം P2 ഉം Chi2 നമ്മൾ അതിന്റെ പ്ലോട്ട് നമ്മളിവിടെ കാണിച്ചു. ദീസ് ലൈൻസ് 1 and 2 എന്ന് വെച്ചാൽ P1 ഉം P2 അതിന്റെ ലൈൻസ് പാസ് ത്രൂ ദി പോയിന്റ്സ് ഫോർ വിച്ച് x1 and x2 ആർ ഈക്വൽ ടു യൂണിറ്റ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ x1 എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു, Chi1 എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു. ഏറ്റവും റൈറ്റ് സൈഡിൽ Chi2 എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു.
Similarly, the plot line 3 എന്ന് പറയുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ P total. Similarly, plot line 3 of P total versus phi 2 is also P0 നോക്കിയപ്പോഴാണ് അത് പ്യൂർ സബ്സ്റ്റൻസ് ആയിട്ട് വരുമ്പോൾ വേപ്പർ പ്രഷർ കൂടുതൽ വരുന്നത്. P01 എന്ന് പറയുന്നത് P02 കുറവാണ്. The composition of vapor pressure and the equilibrium with the solution is determined by the partial pressure of the components. ഇപ്പൊ equilibrium attain ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ അത് അതിന്റെ ഓരോന്നിന്റെയും പാർഷ്യൽ പ്രഷറിന് എന്താണ് അതാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ ആണ് ഇക്വിലിബ്രിയത്തിലുള്ള അതിന്റെ വേപ്പർ വേപ്പർ ഫേസിൽ തീരുമാനിക്കുന്നത്. വേപ്പർ ഫേസിലുള്ള അതിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കുന്നത്. If Y1 and Y2 are the mole fractions of the components 1 and 2 in the vapor phase using Dalton's law of vapor pressure. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ Y1 എന്ന് എടുക്കുന്നു അല്ലേ? അറ്റ് ഇക്വിലിബ്രിയം Y1 എന്താണ് ഫസ്റ്റ് കമ്പോണന്റിന്റെ മിക്സറിലുള്ള മോൾ ഫ്രാക്ഷൻ നമ്മൾ Y1 എന്ന് എടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് കമ്പോണന്റ് നമ്മൾ Y2 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്തുള്ള ഫസ്റ്റ് കമ്പോണന്റ് പാർഷ്യൽ പ്രഷർ അതാണ് P1. അതെന്താണ്? അത് Y1 ഇൻറ്റു ടോട്ടൽ പ്രഷർ നമുക്ക് എടുക്കാം. ഇല്ല, നമുക്കൊരു മിക്സർ ഓഫ് ഗ്യാസസ് ഉണ്ടെങ്കിൽ ആ മിക്സർ ഓഫ് ഗ്യാസസിൽ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്താണ്? അതിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ അതായിരിക്കും അതിന്റെ പാർഷ്യൽ പ്രഷർ. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അതേപോലെ P2 ഇപ്പൊ എന്ത് വരും? P2 എന്ന് പറയുന്നത് Y2 ഇൻറ്റു P ടോട്ടൽ വരും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഒരു രണ്ട് ഗ്യാസ് നമ്മൾ എന്താണ് ഒരു ബൈനറി സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കി. അപ്പൊ അതിന് മേളിലൊരു അതിന്റെ രണ്ടും ഇവാപറേറ്റ് ചെയ്ത് വേപ്പേഴ്സ് ഫോം ചെയ്യും. ടോട്ടൽ വേപ്പർ പ്രഷർ ഒക്കെ കിട്ടും. ഒരു ഇക്വിലിബ്രിയം മിക്സർ ഉണ്ടാകുമ്പോൾ ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ Y1 Y2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് Y1 ഇൻറ്റു P ടോട്ടൽ ആയിരിക്കും ഫസ്റ്റ് കമ്പോണന്റ്. സെക്കൻഡ് കമ്പോണന്റ് Y2 ഇൻറ്റു P ടോട്ടൽ ആയിരിക്കും. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ അതായിരിക്കും ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയും. റോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. According to Rolle's law, the vapor pressure of a volatile component in the gas given solution is given by P1 is equal to K1 into P01 അല്ലേ? അപ്പൊ നമ്മൾ റോൾസ് ലോ ഓൾറെഡി പറഞ്ഞ ലിക്വിഡ് സൊല്യൂഷനിൽ പറയുന്നതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P01 into K1 അല്ലേ നമ്മൾ പറഞ്ഞു. ഇൻ ദി സൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, സൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ആൻഡ് ലിക്വിഡിൽ പാർഷ്യൽ പ്രഷർ പറയാൻ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഹെൻറീസ് ലോ. വൺ ഓഫ് ദി കമ്പോണന്റ്സ് ഇസ് സോ വോളറ്റൈൽ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ് വിത്ത് എ ഗ്യാസ് ആൻഡ് ഹിയർ സീൻ ഇറ്റ്സ് solubility is given by Henry's law which stated P is equal to KH index. ഇപ്പൊ ഗ്യാസ് ആൻഡ് ലിക്വിഡ് വരുമ്പോൾ ഒരു കമ്പോണന്റ് എന്താണ് ഭയങ്കര വോൾട്ടൈൽ ആണ്, അതുകൊണ്ടാണ് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P is equal to KH into X ആണ്. If you compare the equations for Rolle's law and Henry's law, it can be seen that the partial pressure of the volatile component or gas is directly proportional to small fraction in solution. ഇപ്പം എവിടെയാണെങ്കിലും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? കമ്പോണന്റിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പാർഷ്യൽ പ്രഷർ. Only the proportionality constant KH differs from P01 അല്ലേ? ഹെൻറീസ് ലോയിൽ KH ഉപയോഗിച്ചപ്പോൾ റോൾസ് ലോ P01 ആണ് proportionality constant. Thus, Rolle's law becomes a special case of Henry's law in which KH becomes equal to P01. അപ്പൊ എന്താണ് റോൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഇവിടെ KH എന്ന് പറയുന്നത് P01 ഈക്വൽ ആയിട്ട്. ഓക്കെ, അടുത്ത പറയാനുള്ളത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. അപ്പൊ നമ്മൾ സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് ലിക്വിഡും വരുന്ന കേസിൽ വേപ്പർ പ്രഷർ ആണ് പറയാൻ പോകുന്നത്. അനദർ ഇമ്പോർട്ടന്റ് ക്ലാസ് ഓഫ് സൊല്യൂഷൻസ് കൺസിസ്റ്റ് ഓഫ് സോളിഡ്സ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, യൂറിയ ആൻഡ് കെയിൻ ഷുഗർ. അപ്പൊ ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ. ഓക്കെ, some physical properties of these solutions are quite different from that of pure solvents. എന്താണ് ഈ ഇങ്ങനത്തെ സൊല്യൂഷൻസിന് ചില പ്രത്യേകതയുണ്ട്. പ്യൂർ സോൾവെന്റ് വെച്ച് നോക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഫോർ എക്സാമ്പിൾ വേപ്പർ പ്രഷർ. ഓക്കെ, liquids at a given temperature vaporize and under equilibrium conditions the pressure exerted by the vapors of the liquid over the liquid phase is called vapor pressure. അപ്പൊ ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു പ്യൂർ സോൾവെന്റ് എടുത്ത് വെച്ചാൽ എന്താണ് കുറച്ച് വേപ്പറൈസ് ആയി ആ വേപ്പർ നമ്മൾ ലിക്വിഡ് സർഫസിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ തന്നെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് വിളിച്ചത് അല്ലേ? അപ്പൊ പ്യൂർ സോൾവെന്റ് വരുമ്പോൾ പ്യൂർ സോൾവെന്റിന്റെ കുറച്ച് മോളിക്യൂൾസ് എന്താണ് ഇതേപോലെ വേപ്പറൈസ് ആയിട്ട് നിൽക്കുന്നു അല്ലെ? ഈ വേപ്പറൈസ് ആയി നിൽക്കുന്നത് നമ്മുടെ സൊല്യൂഷന്റെ സർഫസിൽ ഈ സോൾവെന്റ് സർഫസിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ അത് തന്നെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് വിളിച്ചത്. പക്ഷേ നമ്മൾ ഈ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ സൊല്യൂഷനിൽ സോളിഡ് ലിക്വിഡ് അങ്ങനത്തെ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. ഇൻ എ പ്യൂർ ലിക്വിഡ് ദ എൻറ്റയർ സർഫസ് ഇസ് ഓക്യുപൈഡ് ബൈ ദി മോളിക്യൂൾസ് ഓഫ് ദി ലിക്വിഡ്.
If a non-volatile solute is added to the solvent to give a solution, the vapor pressure of the solution is solely from the solvent alone. This vapor pressure of the solution at the given temperature is found to be lower than that the vapor pressure of the pure solvent at the same temperature. In this solution, the surface have both solute and solvent molecule. Thereby, the fraction of the surface covered by the solvent molecule gets reduced. ഇപ്പൊ എന്താണ് ഇതേപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ എന്താണ് നമ്മുടെ പ്യൂർ സോൾവെന്റ് എടുക്കുമ്പോൾ നമ്മുടെ സർഫസിൽ എന്താണ് അതിന്റെ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇതേപോലെ ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിന്റെ സർഫസിൽ ഈ സോൾവെന്റ് മോളിക്യൂൾ കൂടാണ്ട് ഈ സൊല്യൂട്ട് മോളിക്യൂൾസും ഇതിന്റെ സർഫസിലുണ്ട്. ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ മേലുള്ള വേപ്പേഴ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമാണ്. കാരണം നമ്മൾ ഇട്ടേക്കുന്ന സൊല്യൂട്ട് നോൺ വോൾട്ടൈൽ ആണ് അല്ലേ. മാത്രമല്ല സർഫസിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കാരണം എന്താണ് നമുക്ക് കാണാൻ പറ്റി പ്യൂർ സോൾവെന്റിനെക്കാളും ഇങ്ങനെ ഒരു നോൺ വോൾട്ടൈൽ ഇട്ട സൊല്യൂഷനിൽ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യൂർ സോൾവെന്റിനെക്കാളും കുറവാണ്. സൊല്യൂട്ട് മോളിക്യൂൾസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. സൊല്യൂട്ട് മോളിക്യൂൾസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സോൾവെന്റ് മോളിക്യൂൾസ് ഇങ്ങോട്ടും പോകുന്നുണ്ട്, എന്താണ് ലിക്വിഡിൽ നിന്ന് ഗ്യാസുമായിട്ട് മാറുന്നുണ്ട്. പ്യൂർ സോൾവെന്റിന്റെ കേസിൽ എന്താണ് ഇത് ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് അല്ലേ. ഇവിടുന്ന് വേപ്പറൈസ് ആയി പോകുന്നുണ്ട്, തിരിച്ച് കണ്ടൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സൊല്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സർഫസിൽ സോളന്റ് മോളിക്യൂൾസിന്റെ നമ്പർ കുറഞ്ഞു. കാരണം സോളന്റ് മോളിക്യൂൾസ് നിൽക്കുന്നുണ്ട്, സോളന്റ് മോളിക്യൂൾസ് കുറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ വേപ്പറൈസ് ആയി പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണം വന്ന് അതേപോലെ കുറയും. ദ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് പ്രസന്റ് സൊല്യൂഷൻ. ഇപ്പം നമുക്ക് എത്ര സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തോ അതിനനുസരിച്ചാണ് ഇത് എത്രത്തോളം വേപ്പർ പ്രഷർ കുറയുന്നു തീരുമാനിക്കുന്നത്. കാരണം കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ കൂടുതൽ സർഫസ് അത് കവർ ചെയ്യും. അപ്പം വോളട്ടൈൽ ആയി പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കുറയും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഡിക്രീസ് ഇൻ ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ബൈ ആഡിംഗ് 1 mole of sucrose to 1 kg of water is nearly similar to that of produced by adding 1 mole of urea to the same quantity of water at the same temperature. അപ്പൊ നമ്മൾ ഏത് സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 1 kg ഓഫ് വാട്ടറിലാണെങ്കിൽ നമ്മൾ 1 mole സുക്രോസ് ആഡ് ചെയ്താലും 1 mole യൂറിയ ആഡ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിന്റെ കുറവെന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ എന്താണ് അവിടെ രണ്ടും സെയിം ആണ്. അപ്പം സൊല്യൂട്ടിന്റെ നേച്ചറിനെ അല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സൊല്യൂട്ടിന്റെ ക്വാണ്ടിറ്റി അതിനെയാണ് എത്രത്തോളം വേപ്പർ പ്രഷർ കുറയുന്നൊന്നും തീരുമാനിക്കും. ഓക്കെ, Rolle's law in its general form can be stated as for any solution, the partial vapor pressure of each volatile component in the solution is directly proportional to its mole fraction. അല്ലേ. അപ്പൊ നേരത്തെ പറയുന്നു റോൾസ് ലോ വെച്ച് ഓരോന്നിന്റെ അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഓരോ വോൾട്ടൈൽ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ബൈനറി സൊല്യൂഷൻ ലെറ്റ് us denote the solvent by 1 and solute by a. അപ്പൊ സോൾവെന്റ് നമ്മൾ 1 എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, സൊല്യൂട്ടിന് നമ്മൾ 2 എന്ന് വെച്ച് വിളിക്കും. When the solute is non volatile, only the solvent molecules present vapor phase. അല്ലെ. ഇപ്പം നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആകുമ്പോൾ വേപ്പർ ഫേസിൽ നമ്മുടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ. Let P1 be the vapor pressure of the solvent and Phi1 be the its mole fraction. P01 be vapor pressure in the pure state. ഇപ്പം എന്താണ് P1 എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും Phi1 എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷനുള്ള മോൾ ഫ്രാക്ഷനും P01 എന്ന അതിന്റെ പ്യൂർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ നമ്മൾ എടുക്കുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് എഴുതാം P1 is equal to P01 into Phi1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നേരത്തെ റോൾസ് ലോ വെച്ച് പറഞ്ഞതാണ്. The proportionality constant is equal to the vapor pressure of pure solvent P01. അപ്പൊ എന്താണ് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്താൽ അല്ലേ നമ്മള് പാർഷ്യൽ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ പ്ലോട്ട് ചെയ്താൽ അതിന്റെ ഒരു ലീനിയർ ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് Rolle's law. Solutions which obey Rolle's law over the entire range of concentration are known as ideal solution. എന്താണ് ഏതൊരു കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നു. The ideal solutions have two other important properties. The enthalpy of mixing of the pure components to form the solution is 0 and the volume of mixing is also 0. അപ്പൊ എന്താണ് ഏതൊരു കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ വെച്ച് മാത്രമല്ല എൻതാൽപി ഓഫ് മിക്സിംഗ് നമ്മൾ സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാത്രമല്ല വോളിയം ചേഞ്ച് എന്ന് പറയുന്നതും 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് 0 ആണ്, ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് നോ ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ഓർ ഇൻവോൾവ് വെൻ ദി കമ്പോണന്റ്സ് ആർ മിക്സ്ഡ് അല്ലേ. അപ്പൊ നമ്മൾ രണ്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നതും ഇല്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതും ഇല്ല. ഓൾസോ ദ വോളിയം ഓഫ് സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ദ വോളിയം ഓഫ് ദി ടു കമ്പോണന്റ്സ് അല്ലേ. നമ്മുടെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും വോളിയം ആഡ് ചെയ്താൽ കിട്ടുന്ന അതേ വോളിയം ആയിരിക്കും സൊല്യൂഷന്റെയും വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നത്. At molecular level, ideal behavior of the solutions can be explained by considering two components A and B. So നമ്മൾ രണ്ട് components എടുക്കുന്നു A and B. In pure components, the intermolecular attractive interactions will be of the types A and BB അല്ലേ. അപ്പം നമ്മൾ രണ്ട് കമ്പോണന്റ് എടുക്കുന്നു, രണ്ട് സെപ്പറേറ്റ് ബീക്കറിൽ എടുത്ത് വെക്കുന്നു. അപ്പൊ ആ സൊല്യൂഷനിലുള്ള എന്താണ് ആകെയുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്
ആ കമ്പൗണ്ട്സിൽ തന്നെ ആറ്റംസ് തമ്മിലുള്ള കമ്പൗണ്ട്സ് ആയിരിക്കില്ല. എ അല്ലെങ്കിൽ ബി തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും. വേറസ് ഇൻ ദി ബൈനറി സൊല്യൂഷൻസ്, ഇൻ അഡീഷൻ ടു ദീസ് ടു മോളിക്കുലർ ഇന്ററാക്ഷൻസ്, എ ബി ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ വിൽ ബി ഓൾസോ ബി പ്രസന്റ് അല്ലേ. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ആക്കുമ്പോൾ എന്താണ്, ആ രണ്ട് ആറ്റംസും കൂടെ രണ്ടിന്റെ മോളിക്യൂൾസ് ഒരു കണയിൽ വന്നപ്പം എ ബി ഇന്ററാക്ഷനും കൂടെ ഉണ്ടാവുന്നു. അപ്പം ഐഡിയൽ ബിഹേവിയർ അപ്പോഴും കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? എ എന്ന് പറയുന്ന ഇന്ററാക്ഷൻ പോലെ തന്നെ ബി എന്ന് പറയുന്ന ഇന്ററാക്ഷൻ പോലെ തന്നെ ആയിരിക്കണം എ ബി എന്ന് പറയുന്ന ഇന്ററാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ എ ആൻഡ് ബി ആർ നിയർലി ഈക്വൽ ടു ദോസ് ബിറ്റ്വീൻ എ ബി. ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ അല്ലേ. ഐഡിയൽ സൊല്യൂഷൻ ഈസ് റെയർ ബട്ട് സം സൊല്യൂഷൻസ് ആർ നിയർലി ഐഡിയൽ ബിഹേവിയർ അല്ലേ. ഇപ്പം എ ഇന്ററാക്ഷൻ പോലെ തന്നെ ബി ഇന്ററാക്ഷൻ പോലെ തന്നെ ആയിരിക്കണം എ ബി ഇന്ററാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഇവിടെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താണ് സൊല്യൂഷൻ ഓഫ് എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റൈൻ, ബ്രോമോ ഈഥേൻ ആൻഡ് ക്ലോറോ ഈഥേൻ, ബെൻസീൻ ആൻഡ് ടോളുവീൻ. അതെല്ലാം ഓൾമോസ്റ്റ് അല്ലെങ്കിൽ നിയർലി ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. അടുത്ത നോൺ ഐഡിയൽ സൊല്യൂഷൻ. വെൻ എ സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റോൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, then it is called non ideal. ഇപ്പൊ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. The vapor pressure of such a solution is either higher or lower than that predicted by റോൾസ് ലോ. അപ്പൊ എന്താണ് ഈ കേസിൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എന്താണ്, അവരുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോ വെച്ച് കണ്ടുപിടിച്ചതിനേക്കാളും കൂടുതലോ കുറവോ ആയിരിക്കും. ഇറ്റ് ഈസ് ഹയർ ദ സൊല്യൂഷൻ എക്സിബിറ്റ്സ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് ലോവർ ഇറ്റ് എക്സിബിറ്റ്സ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ റോൾസ് ലോ വെച്ച് പ്രിഡിക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണ് വേപ്പർ പ്രഷർ എങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. അതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. The plots of vapor pressure as a function of mole fractions for such solutions are shown in figure 1.6. അപ്പൊ അങ്ങനത്തുള്ള കേസിൽ കൂടുതലോ കുറവോ അല്ലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷനോ നെഗറ്റീവ് ഡീവിയേഷനോ കാണിക്കുന്നെങ്കിൽ ഉള്ള പാർഷ്യൽ പ്രഷറിലെ മോൾ ഫ്രാക്ഷന്റെ ഗ്രാഫ് ഈ പച്ച ലൈനിൽ കാണിക്കുന്നത് എന്താണ്, ഐഡിയൽ സൊല്യൂഷന്റെ കേസിലുള്ള അല്ലേ. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഐഡിയൽ സൊല്യൂഷന്റെ കേസിലുള്ള ഗ്രാഫാണ് ഈ പച്ച ലൈനിൽ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് ഇവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ പറയുന്നത് എല്ലാത്തിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത് അല്ലേ. ഇപ്പൊ നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് ഈ രണ്ടാമത് കാണിക്കുന്നത്. ബി ഗ്രാഫ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്. അവിടെ എല്ലാം എന്താണ്, അവിടെ എല്ലാ വേപ്പർ പ്രഷറും കുറവാണ് അല്ലേ. റോൾസ് ലോ പ്രഡിക്റ്റിനേക്കാളും എല്ലാത്തിന്റെയും കുറവാണ് വരുന്നത്. The cause for these deviations lie in the nature of interaction at the molecular level. In case of positive deviation from Rolle's law, AB interactions are weaker than that of AA or BB. അപ്പൊ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നതിനുള്ള കാരണം എന്താണ്, അവിടെ രണ്ട് കമ്പോണന്റ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും കുറവായതുകൊണ്ടാണ്. That is, in this case, the intermolecular attractive forces between the solute-solvent molecules are weaker than that between the solute and the solvent. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും സോൾവെന്റ് ഇന്ററാക്ഷനേക്കാളും കുറവാണ്. This means that in such solutions, molecules of A or B will find it easier to escape than that in pure state. ഇപ്പം എന്താണ്, പ്യൂർ സ്റ്റേറ്റിലുള്ള ഉള്ളതിനേക്കാൾ എ ബി ഇന്ററാക്ഷൻ കുറവായതുകൊണ്ട് എനേക്കാളും ബിനേക്കാളും കുറവായതുകൊണ്ട് എന്താണ്, എ ബി ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഇവര് പെട്ടെന്ന് വോളറ്റൈൽ ആയിട്ട് അല്ലെങ്കിൽ പോകും. അതുകൊണ്ടാണ് ഇവിടെ വേപ്പർ പ്രഷർ കൂടുന്നത്. This will increase the vapor pressure and result in positive deviation. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വേപ്പർ പ്രഷർ കൂടുന്നത്. ഇഥനോൾ ആൻഡ് അസിറ്റോണിന്റെ എക്സാമ്പിൾ ആണ് എത്തനോളും അസിറ്റോണിന്റെയും സൊല്യൂഷൻ. In pure ethanol, molecules are hydrogen bond. For pure ethanol, ethanol molecules have hydrogen bond. On adding acetone, its molecules get in between the host molecule and break some of the hydrogen bonds. എത്തനോളിലേക്ക് അസിറ്റോൺ ആഡ് ചെയ്യുമ്പോൾ എന്താണ് എത്തനോൾ മോളിക്യൂൾസിന് ഇടയിലേക്ക് അസിറ്റോൺ മോളിക്യൂൾസ് വരികയും അവിടെയുള്ള കുറച്ച് ഹൈഡ്രജൻ ബോൺസ് പൊട്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ അസിറ്റോൺ മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്തനോൾ മോളിക്യൂൾസ് ആയാലും പെട്ടെന്ന് വേപ്പറൈസ് ആയി മേലോട്ട് പോയി വേപ്പർ പ്രഷർ കൂട്ടുന്നു. Due to the weakening of interaction, the solution shows positive deviation from Rolle's law. In a solution formed by adding carbon disulfide to acetone, the dipole interaction between solute-solvent molecules are weaker than the respective interaction between the solute and the solvent. കാർബൺ ഡൈസൾഫൈഡ് ടു അസിറ്റോൺ അതെന്താണ്, അതിപ്പോ വേറൊരു എക്സാമ്പിൾ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഇവിടെ ഡൈപോൾ ഇന്ററാക്ഷൻസ് ഉണ്ട്, പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്താണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ആ രണ്ട് മോളിക്യൂൾസ് ഒറ്റനേക്കാളും ഡൈപോൾ ഇന്ററാക്ഷൻ കുറവാണ്. അതുകൊണ്ട് ഇതും എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും.
In case of negative deviations from role, between A and B എന്താണ് എ അല്ലെങ്കിൽ ബി ബിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് എ ബി തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ രണ്ട് കമ്പൗണ്ടുള്ള ഇന്ററാക്ഷൻ ഒറ്റയ്ക്കുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് മോളിക്യൂൾസ് പെട്ടെന്ന് എസ്കേപ്പ് ആവത്തില്ല, അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവുന്നത്, റിസൾട്ടിങ് ഇൻ നെഗറ്റീവ് ഡീവിയേഷൻ. An example of this type is a mixture of phenol and aniline. ഇപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ ആണ് ഫിനോൾ ആൻഡ് അനിലിൻ. In this case, the intermolecular hydrogen bonding between phenolic proton and the lone pair of nitrogen atom on aniline is stronger than the respective intermolecular. ഇപ്പൊ എന്താണ് ഇവിടെ അനിലിൻ ഒറ്റയ്ക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഫിനോൾ ഒറ്റയ്ക്കുന്നതിനേക്കാളും ഇന്ററാക്ഷൻ കൂടുതലാണ് ആര് നമ്മുടെ ഫിനോളിലുള്ള പ്രോട്ടോണും ഹൈഡ്രജനും പ്രോട്ടോണും അനിലിനുള്ള നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ കൂടെ അട്രാക്റ്റീവ് ഫോഴ്സ് അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് മോളിക്യൂൾസ് കുറച്ച് എസ്കേപ്പ് ചെയ്യത്തുള്ളൂ, അത് കാരണം വേപ്പർ പ്രഷർ കുറയും. മാത്രമല്ല അടുത്ത നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന വേറെ എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ, അതും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. കാരണം അവർ തമ്മിൽ എന്താണ് ഇതേപോലെ ഒരു ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അസിറ്റോണിലുള്ള ഓയും ക്ലോറോഫോമിലുള്ള എച്ചും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് അവിടെയും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് വരുന്നത്. അപ്പൊ എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, some liquids on mixing form azeotrophs, which are binary mixtures having the same composition in liquid and vapor phase and boil at constant temperature. ഇപ്പൊ എന്താണ് അസിയോട്രോപ്സ്? They are binary mixture of the same composition liquid and vapor phase. ലിക്വിഡ് ഫേസിലാണെങ്കിലും വേപ്പർ ഫേസിലായിരിക്കും അവർക്ക് ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. മാത്രമല്ല ആൻഡ് ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താണ് ഇവർ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും ഇവർ ബോയിൽ ചെയ്യുക. In such cases, it is not possible to separate the components by fractional distillation. ഇപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചാണ് നമ്മൾ അവിടെ ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരേ ബോയിലിംഗ് പോയിന്റ് ആണ് അവർക്കുള്ളെങ്കിൽ എന്താണ് ഈ ഇതിന് രണ്ട് നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. There are two types of azeotrophs called minimum boiling azeotrope and maximum boiling azeotrope. അപ്പോൾ അങ്ങനെ രണ്ട് തരം azeotropes ഉണ്ട്. എന്താണ് മിനിമം ബോയിലിംഗ് azeotrope, maximum boiling azeotrope. The solutions which show a large positive deviation from Rolle's law form മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ്. അപ്പൊ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ, ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പിനെ നമ്മൾ അവരാണ് എന്ത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് എത്തനോൾ വാട്ടർ മിക്സ്ചർ. അപ്പൊ എന്താണ് ഷുഗറിന്റെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാക്കുന്ന എത്തനോൾ വാട്ടർ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ് ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. അപ്പൊ ഇവരെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് തരുന്ന സൊല്യൂഷൻ എന്താണ് 95% ബൈ വോളിയം, എന്താണ് വോളിയം പെർസെന്റേജ് ബൈ എത്തനോൾ, അതാണ് നമുക്ക് തരുന്നത്. Once this composition or azeotrope composition has been achieved, the liquid and vapor have the same composition. Azeotrope composition എത്തിക്കഴിഞ്ഞാൽ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും വേപ്പർ സ്റ്റേറ്റിലാണെങ്കിലും എന്താണ് ഇത് രണ്ടിന്റെയും കോമ്പോസിഷൻ പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ അതിനുശേഷം എന്താണ് ഇവർക്ക് സെപ്പറേഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ 95% എത്തുന്നത് വരെ എന്താണ് വാട്ടർ മോളിക്യൂൾസ് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരുന്നു. 95% എത്തിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ആ കോമ്പോസിഷനിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല എത്ര ഡിസ്റ്റിലേഷൻ നടത്തിയാലും. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ അസിയോട്രോപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, the solutions that show large negative deviation from Rolle's law for maximum boiling azeotrope. അപ്പൊ എന്താണ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്സിനെയാണ് നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിച്ചത്. നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ ഇസ് an example of this class of azeotrope. അപ്പൊ നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ മിക്സർ എന്ന് പറയുന്നത് എന്താണ് ഈ ഇങ്ങനത്തെ അസിയോട്രോപ്പിന്റെ എക്സാമ്പിൾ ആണ്. അസിയോട്രോപ്പ് ഹാസ് എന്താണ് ഇപ്പം ഈ അസിയോട്രോപ്പിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത് 68% നൈട്രിക് ആസിഡും 32% വാട്ടറും ആണ് ഉള്ളത്. ഓക്കെ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് 393.5 കെൽവിൻ. ഓക്കെ, അടുത്ത പറയാനുള്ളത് colligative properties and determination of molar mass. We have learned that the vapor pressure of solution decreases when a non-volatile solute is added to a volatile solvent. ഇപ്പൊ നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ നമ്മൾ പറയുന്നു വേപ്പർ പ്രഷർ കുറയും നമ്മൾ പറയുന്നത്. അതിന്റെ കാരണം എന്താണ് വേപ്പർ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആകുമ്പോൾ സർഫസ് സൊല്യൂട്ട് മോളിക്യൂൾസും കൂടെ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യുന്ന സോളന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയും, അപ്പം വേപ്പർ പ്രഷർ കുറയും. ഓക്കെ, there are many properties of solutions which are connected with this decrease of vapor pressure. ഈ വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്. ഇല്ലേ, സോൾവെന്റ് വേപ്പർ പ്രഷർ എന്താണ് പ്യുവർ സോൾവെന്റിനെക്കാളും കുറയുന്നു, അത് ഒന്നാമത്തത്. രണ്ടാമത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, എന്താണ് ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു സോൾവെന്റിന്റെ. മൂന്നാമത്തത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിനെക്കാളും കൂടുന്നു. 4 ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഇതൊക്കെയാണ് colligative properties നമ്മൾ വിളിക്കുന്നത്. All these properties are dependent on the number of solute particles irrespective of their nature. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടിരുന്നു യൂറിയയും എത്തനോൾ അല്ലേ,
സോറി എത്തനോൾ അല്ല, യൂറിയയും ഗ്ലൂക്കോസും ആയിരുന്നു. ഒരു മോൾ ഗ്ലൂക്കോസും യൂറിയയും നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി സൊല്യൂഷൻ എടുത്തപ്പോൾ നമ്മൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് ഒരേ ലെവലിലാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത്. സൂക്രോസ് ആണ്, ഒരു മോൾ സൂക്രോസും ഒരു മോൾ യൂറിയയും നമ്മൾ ഒരേ ക്വാണ്ടിറ്റി വാട്ടറിൽ ആഡ് ചെയ്തപ്പം ഉണ്ടായ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരുന്നു കണ്ടു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കി അതെന്ന് പറയുന്നത് നമ്മൾ ഏത് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത് അല്ലേ, അതല്ലെങ്കിൽ നേച്ചർ ഓഫ് സോൾവെന്റ് സൊല്യൂട്ടിന് ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്, മറിച്ച് അതിന്റെ ക്വാണ്ടിറ്റി അതിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പം ഒരു സൊല്യൂട്ടിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടീസിനെ അതിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അതാണ് അവിടെ തന്നേക്കുന്ന ഡെഫിനിഷൻ. ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ. Properties that depend on the number of solute particles irrespective of their nature relative to the total number of particles present in the solution. Such particles are called colligative properties. Okay. അപ്പോൾ അതാണ് colligative properties in definition എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാനുള്ളത് relative lowering of vapor pressure. We have learned in section 1.4 that vapor pressure of a solvent in solution is less than that of a pure solvent. Pure solventനെക്കാളും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടാൽ നമുക്ക് വേപ്പർ പ്രഷർ കുറവാണ് നമുക്ക് മനസ്സിലായി നേരത്തെ. ഓക്കെ, റോട്ട് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദി ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഐഡന്റിറ്റി. അപ്പൊ ഈ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്, ആ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, നേച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് റോൾട്ട് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മുടെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ പാർഷ്യൽ പ്രഷർ എന്താണ്, നമുക്ക് P1 = P01 × K1 നമുക്ക് എഴുതാം അല്ലേ, റോൾസിൽ വെച്ച് നമ്മളത് പറഞ്ഞു. The reduction in vapor pressure of the solvent delta P1 is given as. അപ്പൊ അതിന്റെ സോൾവെന്റ് മോളിക്യൂളിൽ ഉണ്ടായ റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ നമുക്ക് എന്താണ് ഡെൽറ്റ P1 എന്ന് എഴുതാം. അപ്പൊ ഡെൽറ്റ P1 എന്ന് പറയുന്നത് എന്താണ്, P01 - P1 ആണ് അല്ലേ. P01 എന്നത് പ്യൂർ സോൾവെന്റ് വേപ്പർ പ്രഷർ, P1 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതിന്റെ പാർഷ്യൽ പ്രഷർ അല്ലേ, ഇപ്പോഴത്തെ അതിന്റെ വേപ്പർ പ്രഷർ. P01 - P1 ആണ് ഡെൽറ്റ P1. അല്ലെങ്കിൽ നമുക്ക് P1 വാല്യൂ ഇട്ട് കൊടുക്കാം, P1 നമുക്ക് എന്നിട്ട് കൊടുക്കാം P01 × K1 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ P1 എന്ന് പറയുന്നത് എന്താണ് P01 × 1 - K1 ഇട്ട് കൊടുക്കാം. കോമൺ നമ്മൾ എടുത്തു. Knowing that I2 = 1 - K1. ഇപ്പൊ 1 - K1 എന്ന് പറയുന്നത് എന്താണ്, I2 ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എഴുതാം ഡെൽറ്റ P1 എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ P1 = P01 × K2 നമുക്ക് എഴുതി. അപ്പൊ അവിടെ ഉണ്ടായ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അതെന്താണ് ഡയറക്ട്ലി എന്താണ് പ്രൊപ്പോർഷണൽ ടു K2 നമുക്ക് വന്നു അല്ലേ. പിന്നെ സൊല്യൂഷൻ കണ്ടെയ്നിങ് സെവറൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, ഒന്നിൽ കൂടുതൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ള സൊല്യൂഷനിൽ ദ ലോവറിംഗ് ഓഫ് ദ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദി സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഡിഫറെന്റ് സൊല്യൂട്ട്സ്. അപ്പൊ അതിനകത്തുള്ള ഓരോ സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷന്റെ സമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡെൽറ്റ P1 ഈ P1 നമുക്ക് ഡിനോമിനേറ്ററോട് ഇപ്പുറത്ത് എടുക്കാം. അപ്പൊ അതാണ് നമുക്ക് കൊടുക്കുന്നത് ഡെൽറ്റ P1 / P01. അതെന്താണ് ഡെൽറ്റ P1 വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു, എന്താണ് P01 - P1 അത് = K / P01 അതെന്താണ് K2 നമുക്ക് എഴുതാം. നമുക്ക് ഉണ്ടായ ഈ ഇക്വേഷൻ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെൽറ്റ P / P0 ഡെൽറ്റ P1 / P01 = K2 അല്ലെങ്കിൽ P01 - P1 / P01 അത് = K2. ഇതാണ് ലോവറിംഗ് വേപ്പർ പ്രഷർ കിട്ടുന്ന പ്രോബ്ലംസിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് K2 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. K2 എന്ന് പറയുന്നത് എന്താണ് N2 / N1 + N2 ആണ് നമുക്കറിയാം അല്ലേ. അപ്പം ഇവിടെ N1 എന്ന് പറയുന്നത് സോൾവെന്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും ആണ് അല്ലേ. അപ്പൊ നമുക്കൊരു വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നത് വിചാരിക്കാം. ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ആകുമ്പോൾ എന്താ അവിടെ N2 വാല്യൂ എന്ന് പറയുന്നത് N1 ഒരുപാട് കുറവായിരിക്കും അല്ലേ. അപ്പൊ ആ കേസിൽ നമുക്ക് N1 + N2 ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിലാണ്. ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസ് വരുമ്പോൾ N1 + N2 എന്താണ് നമുക്ക് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു N1 എന്ന് എടുക്കാം. കാരണം N2 എന്ന് പറയുന്നത് അത്രയും ചെറിയ വാല്യൂ ആണ്. അപ്പൊ ആ കേസിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ആക്കി എഴുതാം, P01 - P1 എന്ന് പറയുന്നത് P01 എന്ന് പറയുന്നത് N2 / N1 എന്ന് എടുക്കാം. കാരണം N1 + N2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു N1 ആണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ അല്ലേ. പിന്നെ നമുക്ക് N2ന്റെയും N1ന്റെയും വാല്യൂ എടുക്കാം. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ് ഗിവൺ മാസ് / മോളിക്കുലർ മാസ് ആണ്. അപ്പം N2 എന്ന് പറയുന്നത് W2/M2, N1 എന്ന് പറയുന്നത് W1/M1. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇട്ടേക്കുന്ന സൊല്യൂട്ടിന്റെ മോളാർ മാസ് M2 നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
The vapor pressure of pure benzene at a certain temperature is 0.85 bar. അല്ലേ, ഇപ്പൊ ഒരു പ്യൂർ സോളിൻ മോളിക്യൂളിന്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ 0.850 നമുക്ക് തന്നേക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ P01 വാല്യൂ. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene. Vapor pressure of the solution then is 0.845. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഈ 0.845 എന്താണ്? സൊല്യൂട്ട് ആഡ് ചെയ്തതിനു ശേഷമുള്ള വേപ്പർ പ്രഷർ. അപ്പൊ ഇതാണ് എന്ത്? P1 എന്ന് പറയുന്നത് ഇതാണ്, ഈ വാല്യൂ ആണ് P1. അപ്പൊ നമുക്ക് തന്നേക്കുന്ന സൊല്യൂട്ട് അപ്പൊ എന്താണ്? നോൺ വോളറ്റൈൽ തന്നിട്ടുണ്ട്, നോൺ ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. അതെന്തിനാ നമുക്ക് തന്നെങ്കിൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് എന്ന് പറയുന്നത്? കാരണം ഇലക്ട്രോലൈറ്റ്സ് ആകുമ്പോൾ സൊല്യൂഷനിൽ എന്താണ് രണ്ട് പാർട്ടികളായിട്ട് എന്താണ് രണ്ടോ അതിലധികമോ ആയിട്ട് മാറും അല്ലേ. അപ്പം അയോൺസ് ആണെങ്കിൽ മിനിമം രണ്ട് പാർട്ട്, ഒരു കാറ്റയോണും ഒരു ആനയോണും കാണും. അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോലൈറ്റ് എല്ലാം ആഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അവിടെ കൂടുന്നില്ല. അതും കാണിക്കാൻ വേണ്ടി നമ്മൾ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് ദി സോളിഡ് സബ്സ്റ്റൻസ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 gram ആണ് നമ്മൾ 39 gram ഓഫ് ബെൻസീനിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് ഒരു വിധം ഡൈലൂട്ട് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല എന്താണ്? P01 മൈനസ് P1 ബൈ P01 equal to N2 by N1 അല്ലെങ്കിൽ W2 by M2 into W1 by M1 നമുക്ക് എഴുതാം അല്ലേ. ഇപ്പൊ P01 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി നമുക്ക് 1 മൈനസ് P1 ബൈ P01 എന്ന് എഴുതാം അല്ലേ. അത് ഈക്വൽ ടു ഈ സാധനം വരും. ഇപ്പൊ P1 ബൈ P01 വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. P1 എത്ര തന്നേക്കുന്ന 0.845 ബൈ P01 വാല്യൂ കൂടെ തന്നേക്കുന്നത് 0.850 ആണ്. ഈക്വൽ ടു W2 എത്ര 0.5 ആണ് തന്നേക്കുന്നത്. M1 നമുക്ക് തന്നേക്കുന്നത് ബെൻസീൻ ആണ്. അപ്പൊ ബെൻസീന്റെ M1 എന്ന് പറയുന്നത് 78 ആണ് മോളിക്കുലർ മാസ്. M2 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. W1 ഇവിടെ സോൾവെന്റിന്റെ എത്രയാണ്? 39 gram ആണ്. ഇവിടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് M2ന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കുക. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 170 എന്ന് പറഞ്ഞത്. അടുത്ത് നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പോവാം. The vapor pressure of a liquid increases with increase of temperature. അല്ലെ, നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താണ് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ കൂടും നമുക്കറിയാം. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് വേപ്പറൈസ് ആയിട്ട് പോകും, വേപ്പർ പ്രഷർ കൂടും. ഇറ്റ് ബോയിൽസ് അറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ്സ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ, ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അതിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറിന് മാച്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് ആ ലിക്വിഡ് ബോയിൽ ചെയ്ത് തുടങ്ങും. For example, water boils at 373.15 Kelvin because at this temperature the vapor pressure of water is 1.013 bar. ഈ ടെമ്പറേച്ചറിലാണ് എന്ത് വാട്ടറിന്റെ വേപ്പർ പ്രഷർ 1.013 ബാർ ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ടെമ്പറേച്ചറിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നത്. We have also learned that in the last section that vapor pressure of the solvent decreases in the presence of non-volatile solute. അല്ലേ, അപ്പൊ നമുക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറയും നമുക്കറിയാം. ഇപ്പൊ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ എന്താ പറ്റുക? വേപ്പർ പ്രഷർ കുറഞ്ഞാൽ പിന്നെ അതിനെ ബോയിൽ ചെയ്യിക്കാൻ എന്ത് പറ്റണം? അതിനേക്കാളും പ്യൂർ സോൾവെന്റിനേക്കാളും കൂടുതലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് അത് ബോയിൽ ചെയ്യാൻ പോകും. കാരണം ആ അത്രയും വേപ്പർ പ്രഷർ എത്താൻ എന്താണ് ഹയർ ടെമ്പറേച്ചർ വേണ്ടി വരും. Figure 1.7 depicts the variation of vapor pressure of the pure solvent solution is a function of temperature. നമുക്ക് പ്യൂർ സോൾവെന്റ് എന്താണ് വേപ്പർ പ്രഷർ എന്താണ് സൊല്യൂഷനേക്കാളും കൂടുതലായിരിക്കും അല്ലേ. ഇവിടെ നോക്കുക, ഒരു ഹയർ ടെമ്പറേച്ചറിലാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് മാച്ച് ചെയ്തത് അല്ലേ. ഇവിടെ T0B എന്ന് നമ്മുടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നതാണ് പ്യൂർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. TB എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടി അല്ലേ. ഇപ്പൊ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഉണ്ടായി. അപ്പൊ ആ ചേഞ്ചിങ് ബോയിലിംഗ് പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ TB എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ TB എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡെൽറ്റ TB എന്ന് പറയുന്നത് നമ്മുടെ TB മൈനസ് T0B അല്ലേ. TB എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്, T0B നമ്മുടെ പ്യൂർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ഡെൽറ്റ TB എന്ന് പറയുന്നത് സൊല്യൂഷന്റെ മൈനസ് പ്യൂർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പം
നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ കുറയും. ഇപ്പൊ ഹയർ ടെമ്പറേച്ചർ വേണം ബോയിൽ ചെയ്യാൻ. ആ ടെമ്പറേച്ചർ നമ്മൾ ടി ബി എന്ന് വിളിച്ചു. പ്യുവർ സോൾവെന്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ T0B എന്ന് വിളിച്ചു. ഇപ്പൊ ഉണ്ടായ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് വിളിച്ചു. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് TB മൈനസ് T0B ആണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദ വേപ്പർ പ്രഷർ ഓഫ് an aqueous solution of sucrose is less than 1.013 bar at 373.15 Kelvin. In order to make this solution boil, its vapor pressure must be increased to 1.013. നമുക്കറിയാം സുക്രോസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 373.15 കെൽവിൻ 1.013 ബാർ അതിനേക്കാളും താഴെയാണ്. 1.013 ബാർ എത്തിയാൽ അത് ബോയിൽ ചെയ്യും. അപ്പൊ അതിന് താഴെയാണെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യത്തില്ല. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ 1.013 ബാർ എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ടെമ്പറേച്ചർ കൂട്ടി നമ്മൾ എത്തിക്കുന്നു. By raising the temperature above the boiling temperature of your solvent. Thus, the boiling point of a solution is always higher than that of the boiling point of a solvent. അല്ലേ? ഇപ്പം പ്യൂർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. Similar to lowering of vapor pressure, the elevation of boiling point also depends on the number of solute molecules rather than their. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വേപ്പർ പ്രഷറിന്റെ ലോവറിംഗ് നടന്ന പോലെ തന്നെ സൊല്യൂട്ടിന്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റിയാണ് എത്രത്തോളം ബോയിലിംഗ് പോയിന്റ് കൂടുന്നതെന്ന് തീരുമാനിക്കുന്നത്. A solution of 1 mole of sucrose in 1000 gram of water boils at 373.52 Kelvin at 1 atmospheric pressure. ഇപ്പൊ എന്താണ്? 1 മോൾ സുക്രോസ് 1000 ഗ്രാം വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്താൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373.52 Kelvin ആണ്, അല്ലേ? ഇപ്പൊ പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373.15 Kelvin ആണ്. അപ്പൊ അതിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിൽ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.